അപ്പോഴേ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ട നമ്മളെല്ലാരും കണ്ടാണ്. മോഹൻലാൽ മറ്റേ ശത്രു സംഹാര പൂജയൊക്കെ ചെയ്യുമ്പോൾ പല റോളും വരും. അതൊരു കോമഡി ആയതുകൊണ്ട് എല്ലാം കോമഡി പറയുകയും ചെയ്യും. ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി അന്ധവിശ്വാസം എന്ന് പറയത്തില്ല. ദൈവത്തിലേക്ക് വിശ്വസിക്കുന്നവർ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിപ്പുണ്ട്. അതിന് എന്ത് ചെയ്യാൻ പറ്റും? അതൊരു അന്ധവിശ്വാസമാണെന്നൊന്നും അവർ തിരിച്ചറിഞ്ഞിട്ടില്ല. പക്ഷെ പുതിയ ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് സ്വാഭാവികമായിട്ടും ഈ ഒരു സംഭവത്തെ പറ്റി വീഡിയോ ഇട്ടാല് ഈ മോഹൻലാൽ ആരാധകരുണ്ട് മമ്മൂട്ടി എവിടെയെങ്കിലും ഇരുന്ന് നിസ്കരിക്കുന്ന ഒരു ഫോട്ടോ പൊക്കിക്കൊണ്ടുവരും. എന്നിട്ട് പറയും അയാൾ ചെയ്യുമ്പോൾ മറ്റേത്, ഇയാൾ ചെയ്യുമ്പോൾ വേറേത്, മതേതരത്വം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ എന്നൊക്കെ ചോദിച്ചാൽ ആരാന്നറിയത്തില്ലേ കൊണ്ടിരുന്നത്? ഈ മോഹൻലാൽ ഫാൻസ് അല്ലെങ്കിൽ ഈ വർഗീയതയൊക്കെ തലയുള്ള ആൾക്കാരായി ഇത് പൊക്കുന്നത് ഇങ്ങനത്തെ സാധനം. ഇത് വർഗീയപരമായിട്ടല്ല നമ്മൾ ഈ സാധനം മോഹൻലാൽ ഈ മന്ത്രവാദം ചെയ്യാനോ കൂടോത്രം ചെയ്യാനോ പോയാൽ പറയുന്നത്. ഇപ്പൊ ശത്രു സംഹാരത്തിന് വേണ്ടിയിട്ടൊക്കെ ഒരാൾ ഈ വന്ന കാലത്ത് ഇങ്ങനെയുള്ള പൂജയൊക്കെ നടന്ന് അയാളുടെ തലയ്ക്കകത്തുള്ള തീട്ടം, അത് ഏത് മതത്തിൽപ്പെട്ട തീട്ടമാണെങ്കിലും തീട്ടം അത് ഞാൻ വെറും തീട്ടമാണ്. ഇപ്പൊ മമ്മൂട്ടി പ്രാർത്ഥിക്കുന്നത്, ഇവിടെ എല്ലാവരും ആ പ്രായക്കാർ പ്രാർത്ഥിക്കുന്നവരൊക്കെ, അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ ഇതേപോലത്തെ പണി ഇനി ബാക്കി കുറച്ചുപേരെ ചെയ്യുന്നുള്ളൂ. മോഹൻലാൽ വല്ല മന്ത്രവാദമൊക്കെ ചെയ്യുന്നുണ്ടോ, കോഴിയുടെ മറ്റേ ഇതിനകത്ത് മുട്ടയ്ക്കകത്തൊക്കെ വല്ലതും ചെയ്ത് എവിടെ കുഴിച്ചിടുന്നുണ്ടോ, വല്ല തിയേറ്ററിന്റെ പുറയിലൊക്കെ ഉണ്ട് എന്നൊന്നും നമുക്ക് അറിയത്തില്ല. എന്ന് പറഞ്ഞാൽ ഒരു ഗതികെട്ട അവസ്ഥയുണ്ട് അയാൾക്ക്. അതാണ് പറയുന്നത്. അല്ല, വേറെ കാര്യങ്ങൾ പറയാം. ഈ മമ്മൂട്ടി എന്ന് പറയുന്ന ആളുടെ ഇങ്ങനത്തെ ഫോട്ടോ ആരെങ്കിലും എടുത്തിട്ട് സോഷ്യൽ മീഡിയ വരുമോ എന്തിനും ചെയ്ത് തരണം ഒന്നും ഞാനും കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും അയാൾ PR വർക്കിന് യൂസ് ചെയ്യുന്നതല്ല. ഇത് മോഹൻലാൽ എവിടെ പോയാലും വാർത്തയാവുക, വാർത്താ ചാനലിൽ വരും, പുള്ളിയുടെ പേജ് വരും, മറ്റടുത്ത് വരും, പുറകെ ക്യാമറ, അവിടെ ചെന്ന് പിന്നെ അതിന്റെ ബാക്കി ഇത് മമ്മൂട്ടി പള്ളിയിൽ നിസ്കരിച്ചു എന്ന് പറഞ്ഞ വാർത്തയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനത്തെ വാർത്തയൊന്നും ആകത്തില്ല. ഇത് വാർത്തയാക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, ആ അമ്പലം മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന പണികളാ, അല്ലാതെ വേറൊന്നും ഇല്ല. ഇപ്പൊ കുറെ പൊട്ടന്മാർ അങ്ങോട്ട് ചാടിച്ചില്ലും, അവിടെ ചെന്ന് കണ്ടോ മോഹൻലാൽ വന്നു പോയ അമ്പലം ഏത്, ഈ അന്ധവിശ്വാസികളെ തലയ്ക്ക് വെളിവില്ലാത്ത ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഒരു നാടകം കളിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെയാണ് അത് മനസ്സിലാകുന്നത്, അല്ലാതെ വേറൊന്നും ഇല്ല. വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല അതിനെപ്പറ്റിയൊക്കെ. വെറും അളിഞ്ഞ പരിപാടി. മറ്റേത് അങ്ങനല്ല. പുള്ളി പോയ വഴിക്ക് പള്ളിയിലൊക്കെ പോകുന്ന ആളായിരിക്കും, പുള്ളി നിസ്കരിക്കുമോ. മാത്രമേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, മോഹൻലാൽ വർഷത്തിലൊരു 5 പ്രാവശ്യം ഇമാതിരി പട്ടി ഷോ കാണിക്കും. പട്ടി ഷോ, തീട്ട ഷോ, മറ്റടുത്ത ഷോ കാണിക്കുന്ന പോലെ അല്ല. മമ്മൂട്ടിക്കൊക്കെ 3 നേരം 4 നേരമൊക്കെ ഇത് കാണിക്കും. എന്താ ഇവന്മാർ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്താണല്ലോ മുസ്ലിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു ദിവസം 5 നേരം നിസ്കരിക്കുന്നവരുണ്ട്. മമ്മൂട്ടിക്ക് വേണ്ട 3 നേരമോ 2 നേരമോ മതി. എല്ലാം ഉണ്ട്, 1 നേരം ആയിക്കോട്ടെ. എല്ലാ ദിവസവും ഇതുണ്ട്. എന്നിട്ട് എല്ലാ ദിവസവും വീഡിയോ എടുക്കാൻ പറ്റും? ഇല്ല. അവൻ ആകെ വന്നേക്കുന്ന 2 വീഡിയോ, ഒരു ഫോട്ടോ എങ്ങാണ്ടൊക്കെയാണ്. അതായി പൊക്കി പിടിച്ചോണ്ട് നടക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിക്കുക, വ്യത്യാസം ഉണ്ടേ. നിങ്ങളിത് പൊക്കിക്കൊണ്ട് വരാതെ ഇങ്ങനെ നാണം കെടുത്താതെ. മോഹൻലാൽ ഓൾറെഡി നാണം കെട്ട് മണ്ടനായിക്കൊണ്ടിരിക്കുക. അത് പോട്ടെ, എന്തിനും ചെയ്യട്ടെ. ഇതിനും അയാളെ പിന്നെയും കൊണ്ടുവന്ന് നാറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് പൊക്കിക്കൊണ്ട് വരരുത്. ഇവിടെ ഈ പറഞ്ഞ കേസ് കെട്ടൊരു അന്ധവിശ്വാസവും മണ്ടത്തരവും മൂളത്തരവും വെളിവില്ലായ്മയും വിവരം കേടും അതുപോലെ തന്നെ പൊട്ടത്തരവും മണ്ടത്തരവും ഒക്കെ ആയതുകൊണ്ടങ്ങ് പറയുന്ന, മനസ്സിലായോ? മറ്റേത് അത്ര വലിയ മഹത്തായ കാര്യമാണെന്ന് പറഞ്ഞിട്ടല്ല ഇത് പറയുന്നത്. മറ്റേതിനോടും വലിയ താല്പര്യമൊന്നും ഇല്ല. അത് ആര് കാണിച്ചാലും എനിക്കില്ല മൈര് ഒരുപോലെ. പക്ഷെ ഇത് കാണിക്കുന്നത് വലിയ സംഭവമാവുകയും കുറെ പൊട്ടന്മാരെ പറ്റിക്കാൻ ശ്രമം നടത്തുകയും ചെയ്യുന്നതായി കാണപ്പെടുമ്പോൾ, ശ്രദ്ധയിൽപ്പെട്ടുമ്പോൾ നമ്മൾ പറയും, ഇതൊന്ന് നോട്ട് ചെയ്തേക്ക് കേട്ടോ, ഇവിടെ ഒരു ഊളത്തരം നടക്കുന്നുണ്ട്, ആൾക്കാരെ പറ്റിക്കാൻ ഒരാൾ പോവുക, ഇത് പറ്റിക്കപ്പെടും ഇപ്പൊ കുറെ എണ്ണം എന്ന് പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ അവിടെ മമ്മൂട്ടി മോഹൻലാലും തമ്മിലുള്ള കമ്പാരിസൺ ഒന്നും ഇവിടെ ആരും എടുത്തോണ്ട് വരണ്ട. അത് ചെയ്താലും ഒക്കത്തില്ല. കാരണം മമ്മൂട്ടിയുടേതായ പേഴ്സണൽ കാര്യങ്ങളാണ് അതൊക്കെ. മോഹൻലാലിന്റെയും പേഴ്സണൽ കാര്യമാണെന്നാണ് പറയുന്നത്. പക്ഷെ അത് ഒട്ടും പേഴ്സണൽ അല്ല. അപ്പൊ വരും ക്യാമറ അവിടെ. ഇതെന്തോടെ എങ്ങനെയാണ് ഇതൊക്കെ അറിയുന്നത്? മമ്മൂട്ടി കാച്ചിലൊക്കെ പോയ ആളായിരിക്കും ചിലപ്പോ. ഇത് മോഹൻലാൽ എങ്ങാനും മുസ്ലിം ആയിരിക്കണമാന്ന്. ഓരോ പെരുന്നാളിനും അയാൾ അവിടെ കിടന്ന് തലയും കുത്തി മറിഞ്ഞു ഉള്ള അപരാധം എല്ലാം കാണിച്ച് കച്ചറയാക്കിയാണ്. ദിവസം എപ്പൊക്കെ അയാൾ നിസ്കരിച്ചോ അപ്പൊക്കെ അയാൾ വീഡിയോ ഇട്ടത്. ജിമ്മിൽ പോകുന്നുണ്ട്. മമ്മൂട്ടി ജിമ്മിൽ പോകാൻ ഇങ്ങനെ ഇരിക്കുന്നതാണോ വിചാരിച്ചേക്കുന്നത്? മമ്മൂട്ടി ഇതിലൊക്കെ കൂടുതൽ ജിമ്മ് പണ്ടോട്ടെ ചെയ്യുന്ന ആളാ. എന്നോട്ട് 10-30 വർഷമായിട്ട് പുള്ളി ഇതൊക്കെ നല്ല ഫിറ്റായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ. ഇങ്ങനെ ഇത് വല്ലപ്പോഴും പോയിട്ട് വീഡിയോ എടുക്കാൻ ചെല്ലുന്ന ആള്. അമ്പലത്തിലും അതുപോലെ തന്നെ വീഡിയോ എടുക്കാൻ പോവുക. നാട്ടുകാരെ പറ്റിച്ചങ്ങ് ശീലിച്ചു പോയി, അതുകൊണ്ടങ്ങ് പോകുന്ന, അതുകൊണ്ട് ഇതൊക്കെ അങ്ങ് ചെയ്യുക എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. മനസ്സിലായോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നന്മ ചെയ്യും. ഇങ്ങനത്തെ ആൾക്കാർക്കുള്ള കുഴപ്പം അതൊക്കെ. ഇടയ്ക്ക് കയറി ഒരു നന്മ ചെയ്തിട്ട് അതിന്റെ പബ്ലിസിറ്റി എടുക്കും. മമ്മൂട്ടി ആരെ സഹായിക്കുന്നില്ലെന്നാണോ വിചാരിച്ചത്? ഇതിനൊക്കെ കൂടുതൽ സഹായിക്കുന്നുണ്ട്. അയാൾ ഇത് പബ്ലിസിറ്റി ആയിട്ട് ഇതും പറഞ്ഞു എഴുന്നള്ളി ചോണ്ട് ക്യാമറ ചുറ്റും ചെന്ന് നിന്ന് ഇത് വലിയ പബ്ലിസിറ്റിക്ക് യൂസ് ചെയ്യുന്നത് കുറവാണ്. ഇടയ്ക്കൊക്കെ കാണാം അവിടെ എവിടെയും പോയി എന്തൊക്കെ ചെയ്തെന്നൊക്കെ. ഇവിടെ പാലിയേറ്റീവ് ഇതിനെപ്പറ്റിയൊക്കെ കേട്ടിട്ടില്ലേ മമ്മൂട്ടി പ്രസംഗിക്കുന്നത്? ഞാൻ ആദ്യമായിട്ട് ഒരു നടൻ എമ്പതി എന്ന് പറഞ്ഞൊക്കെ പറഞ്ഞ് ആൾക്കാരോട് സംസാരിക്കുന്നത് കേട്ടത്. മോഹൻലാലിനൊക്കെ പിന്നെ മറ്റേ വേലക്കാരനെ മറ്റേ കൊറോണ സമയത്ത് പുറത്ത് കടയവിടാനൊക്കെ അറിയത്തുള്ളൂ. അമ്മാതിരി തീട്ട പരിപാടി അവതരിപ്പിക്കുന്ന ആൾക്കാര് ആരായാലും അവരോടൊന്നും വലിയ കാര്യമായിട്ടൊന്നും തോന്നത്തില്ല. ഇനി കോടികളുള്ളവനാണോ, ഇവന് ഇനി കുറെ സിനിമയിൽ അഭിനയിച്ചവനാണോ, ഇവന് വലിയ അഭിനയിക്കാൻ കഴിവുള്ളവനാണോ എന്നുള്ളൊരു വിഷയമേ അല്ല ഇവിടെ. ഞാൻ പറഞ്ഞത് ഈ പൊട്ടത്തരമൊക്കെ കാണിക്കുന്ന ഒരാളെ പറ്റിയാണ്. അത് മോഹൻലാൽ ആയാലും കൊള്ളാം, ചുനേഷ് ഗോപി ആയാലും കൊള്ളാം.
ഊളത്തരം കാണിക്കുന്നവരെ മാത്രമേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നുള്ളൂ. ഈ മാതിരി ഊളത്തരം കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ചിരിക്കാതിരിക്കുന്നത്? കണ്ട ചിരിയാ വരുന്നത്, അല്ലാതെ അവരെ ചെന്ന് കല്ലെറിയണം, അവരെ കത്തിക്കണം, അവരെ കൊല്ലണമെന്നല്ല. ഈ മണ്ടത്തരൊക്കെ കാണുമ്പോൾ എന്തൊരു മണ്ടന്മാരായിമാരെന്നൊക്കെ തോന്നി നമ്മൾ ചിരിച്ച് കളിച്ച് ഉല്ലസിച്ച് ഒരു വർത്താനൊക്കെ പറയുന്നു, അത്രേ ഉള്ളൂ. താൻ ഉറങ്ങിപ്പോയി? ക്യാമറ ഇറങ്ങിയോ? ഉറങ്ങുന്നുണ്ടോ? ക്യാമറ ഇറങ്ങിയത് കേട്ടോ, ക്യാമറ ഇറങ്ങിപ്പോയി. ക്യാമറ ഇറങ്ങിപ്പോയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ബറോസിന്റെ ഷൂട്ടിങ്ങില്. ഡയറക്ടർ ഉറങ്ങിപ്പോയെന്ന്. എന്താണെന്നറിയോ കാര്യം? ഉറങ്ങുന്ന സീനിന് അഭിനയിക്കുക മോഹൻലാൽ തന്നെ ഡയറക്ടർ. മോഹൻലാലെ കൊണ്ടാ പറ്റത്തുള്ളൂ. അയ്യോ, അതിനകത്തൊരു സീനുണ്ട്, പുള്ളി സ്റ്റെപ്പയിൽ ഇങ്ങനെ ഇരിക്കുന്നു ചരിഞ്ഞ്. ആ സീൻ വരുമ്പോൾ ആൾക്കാർ കൂവും, എഴുതി വെച്ചു. ആ സീൻ ഉറപ്പായിട്ട് തിയേറ്ററിൽ കൂവല് വരെ സംഭവിക്കും. നമ്മൾ വിചാരിക്കത്തില്ല. അത് ആ ഷൂട്ട് ഞാൻ കണ്ട്. എന്താ കാര്യമൊന്നും ചോദിക്കരുത്, ആരെങ്കിലും കൂയിരിക്കുക സീന് നിങ്ങൾ നോക്കി വെച്ചു. മോഹൻലാൽ ഇങ്ങനെ ഇരുന്ന് എന്തോ ചെയ്യുക, എന്താണ് ആലോചിക്കുവാണോ ഇനി എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. സ്റ്റെപ്പയിൽ ഇരിക്കുന്ന സീൻ ഷൂട്ടിങ്ങിൽ കണ്ടതാ, പക്ഷെ അത് കണ്ടാൽ അറിയാം ഒരു വൃത്തികെട്ട സീനായിരിക്കും ആ സിനിമയില്. വേറെ ഒന്നും പോലെ അതൊക്കെ കോമഡി ആയി ഓൾറെഡി. അത് കൂടാതെ ഈ സാധനം ഉണ്ട്, ഒരു ഇങ്ങനെ ചരിഞ്ഞിരിപ്പിരിക്കുന്നുണ്ട്, അതിന് കിട്ടും മിക്കവാറും. നല്ല കൊണയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് വേണ സീൻ കട്ട് ചെയ്ത് കളഞ്ഞോ? ഞാൻ വെറുതെ പറഞ്ഞല്ല, അതിനകത്തെന്തോ പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞെല്ലാം കറക്റ്റ് ആയിട്ടില്ലേ? നമുക്ക് ഇതിനെ പറ്റിയൊക്കെ അറിയാം. പൾസ് കാണുമ്പോ കാള വാര വെക്കുന്ന കണ്ടറിയാം, തൂറി വാരി മെഴുകുക. അപ്പോ ഞാൻ പറഞ്ഞ കാര്യം എന്താണ്, ഈ പറഞ്ഞ രീതിയിലൊന്നും പൊക്കിക്കൊണ്ട് വരരുത്. ഒന്നും നിങ്ങൾക്ക് കമ്പയർ ചെയ്യാനോ അല്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അതങ്ങ് വിട്ടേക്ക്. മോഹൻലാലിന് അന്ധവിശ്വാസമുള്ള ആളാണ്. അയാൾ അമ്പലത്തിൽ പോയി ഷോ കാണിക്കും, ജിമ്മിൽ പോയി ഷോ കാണിക്കും, വീഡിയോ എടുത്ത് പബ്ലിസിറ്റിക്ക് യൂസ് ചെയ്യും. അതൊക്കെ കാണുമ്പോൾ ആൾക്കാർ എന്തെങ്കിലും പറയും, കളിയാക്കി നിന്നിരിക്കും, തലയെ ചിരിച്ചെന്നിരിക്കും, കോമാളിയാണെന്ന് തോന്നിന്നിരിക്കും. അതിനൊന്നും വേറൊരാളെ പൊക്കിയെടുത്തോണ്ട് വന്ന് ഇവിടെ മമ്മൂട്ടി അങ്ങനെ ചെയ്തു, മമ്മൂട്ടി പ്രാർത്ഥിച്ചു. അത് പ്രാർത്ഥിക്കാൻ പോകുന്നവർ അന്ന് പണ്ടൊക്കെ അയാൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അയാൾ വിശ്വാസിയാണോ അല്ലയോ? അത് നമ്മുടെ വിഷയമല്ല, മനസ്സിലായോ? പിന്നെ വേറെ കാര്യമുണ്ട്, അന്ധവിശ്വാസവും വിശ്വാസവും ഒന്നും പറയരുത്. ഇല്ല, അതില്ല ഞാൻ പറയുക, കൂടിയനം സാധനം. അതിനാണ് നമ്മൾ ഏറ്റവും വേഴ്സ്റ്റ് കേസ് ആണ് അന്ധവിശ്വാസം. അതിന് കുറച്ചുകൂടി പ്രശ്നങ്ങളുണ്ട്. ഇതിന് അത്ര വിശ്വാസികൾക്ക് അത്രയും പ്രശ്നങ്ങൾ കുറവായിരിക്കും. ഇയാൾ ചെയ്യാൻ പോകുന്നത് ശത്രുക്കളുണ്ടെന്നൊക്കെ തോന്നിയിട്ട് ശത്രുവിനെ സംഹരിക്കുക എന്നുള്ള രീതിയിലൊക്കെയാ. കൂടോത്രം എന്ന് പറഞ്ഞാൽ എന്താ, വേറൊരാൾ നശിക്കണമെന്നുള്ള ഉദ്ദേശം. എനിക്കറിയത്തില്ല. കൊലപാതക ശ്രമം, ഇൻഡയറക്റ്റ് ആയ മറ്റേ ഇത് പറയത്തില്ലേ, മനഃപൂർവ്വം അല്ലാത്ത നരഹത്യ എന്ന് പറയുന്ന പോലെ ഇത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു നരഹത്യക്ക് വകുപ്പുണ്ടാണ് എടുക്കുന്നത്. ഇങ്ങനത്തെ അന്ധവിശ്വാസമൊക്കെയാ അത്. മറ്റേന്ന് വെച്ചാൽ ഒരാൾ വിശ്വാസിയാണ്, പ്രാർത്ഥിച്ച അയാൾക്ക് എന്തോ നല്ലത് വരണേ, ഈ നല്ല ചെയ്താൽ നല്ലത് വരണേ വരും എന്നൊക്കെ പറയുന്നത് നമ്മുടെ ടവറിയുടെ പോലത്തെ ആൾക്കാരാണ് വിശ്വാസികള്. അവർക്ക് കൊണ്ട് വലിയ ശല്യമൊന്നുമില്ല, കാരണം അടിച്ചിട്ട് വല്ല തെറിയൊക്കെ പറഞ്ഞ് നടക്കണം ഉറങ്ങിക്കോളും. ഇത് അങ്ങനെയല്ലെന്ന് ഇത് സീൻ. കൂടോത്രം ചെയ്യുന്ന എന്തിനാ, മന്ത്രവാദം ചെയ്യുന്ന എന്തിനാ, വേറെ നശിക്കണം, മനസ്സിലായി? എന്നിട്ട് അവരെന്ത് വില കൊടുത്ത് ഇയാളെ നശിപ്പിക്കാൻ നോക്കുന്ന ഈ കാണുന്നത്. ശത്രുക്കൾ ഉണ്ടായിരുന്നു. അപ്പൊ മോഹൻലാലിന്റെ ശത്രുക്കളെല്ലാം കൂടെ ശത്രുസന്മാരെ മോഹൻലാൽ എന്താ ശത്രുക്കളില്ലെന്നാണോ വിചാരിച്ചത്? അത് ഊളത്തിലല്ലേ കാണിച്ചത്? എന്നിട്ട് തേങ്ങ പൊട്ടിക്കുന്നവള് പൊട്ടന്മാര് എവിടെ നിന്ന് വന്ന പൊട്ടനൊക്കെയാണോ ഇതൊക്കെ ഉണ്ടാക്കിയെടുത്തത്? പോഴന്മാര് ഇപ്പോഴും എന്നിട്ട് ഇത് കാണിക്കാൻ ഉളപ്പില്ലാത്ത കുറെ അഞ്ചെണ്ണം. എന്നൊരു കാര്യം ചെയ്യും, ഈ സിനിമ ജയിക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും പൂജ ചെയ്യും. അങ്ങനെ എല്ലാം ചെയ്യുന്നത് മടത്തറ. അതാണ് എപ്പോഴും പൂജയാ. സിനിമ ഷൂട്ട് തുടങ്ങുമ്പോ പൂജ, ക്യാമറ ഒക്കെയാ പൂജിക്കുന്നത്. നല്ലതായിട്ട് അഭിനയിക്കാൻ കഴിയുന്ന പൂജ എല്ലാം നടത്തുന്നത്. അതായത് രക്ഷപ്പെടാം. അങ്ങനെ പടം ഹിറ്റാവും, ശത്രുക്കളൊന്നും ഉണ്ടാകത്തില്ല. ഇതിപ്പോ ഒരുമാതിരി അയ്യേ എടാ അതൊക്കെ ചെയ്യുന്നുണ്ടോ? കേൾക്കുന്നില്ല. ഒരു അവസാനത്തെ നമ്പറാ നശിപ്പിച്ച് വേർത്തും നശിപ്പിച്ചാണേലും പൂച്ചക്കുഞ്ഞ് തല പൊട്ടി തെറിച്ച്. ഇതൊരു ഭയങ്കര മോശം കാഴ്ച. നശിച്ച നാട്ടിലെ ഇങ്ങനെ മൃഗങ്ങളുടെ അത് വണ്ടി കയറത്തുള്ളൂ. അതിവിടെ നശിച്ച നാടായതുകൊണ്ട് പൂച്ചയുടെയും പാട്ടിയുടെ എല്ലാം തലയിൽ കൂടെ വണ്ടി കയറും. കൊച്ചു പട്ടിക്കുഞ്ഞുങ്ങൾ റോഡിൽ കിടക്കും, തല പൊട്ടിത്തെറിക്കും. ഇത് കാണേണ്ടി വരും. അതൊക്കെ ഒരു സന്തോഷം. ആ തലയൊക്കെ ഇങ്ങനെ കേറി പൊട്ടി ഇങ്ങനെ ഏതാ കൊച്ചു പൂച്ചക്കുഞ്ഞിന്റെ ഒക്കെ തലയിലോട്ട് വണ്ടി കയറി അതൊക്കെ പൊട്ടി തെറിക്കുമ്പോൾ ഒരു കാഴ്ച എന്ത് രസമല്ലേ? പെട്ടെന്ന് സൗണ്ട് കേൾക്കും. അത് കേൾക്കുമ്പോൾ ഉള്ള സുഖം ഉണ്ടല്ലോ. അത് പട്ടിയുടെ ദേഹത്ത്, പൂച്ചയുടെ ദേഹത്ത്, മറ്റെന്തെങ്കിലും ജീവികളുടെ ദേഹത്തൊക്കെ വണ്ടി കയറുമ്പോൾ ഉള്ള സുഖം ഉണ്ടല്ലോ. അത് കുഞ്ഞായിരിക്കണം, കൂടുതലും കുഞ്ഞുങ്ങളുടെ ദേഹത്താണ് കയറണം. വലിയ ദേഹത്ത് വളരെ കുറവാ, മനസ്സിലായി? അപ്പൊ ആ കുഞ്ഞിന്റെ ദേഹത്തോട്ട് മനുഷ്യക്കുഞ്ഞാണെങ്കിൽ സൂപ്പർ ആയിരിക്കും. കുറച്ചാണെങ്കിൽ മനുഷ്യക്കുഞ്ഞുങ്ങളൊക്കെ ഇപ്പൊ കെട്ടിടത്തിന് മുകളിൽ നിന്ന് തെറിയുന്നില്ല. അതുകൊണ്ട് റോഡിൽ കിടക്കും, വണ്ടി കയറും ഉറപ്പാ. ആരും തിരിഞ്ഞു പോലും നോക്കത്തില്ല, വെറുതെ പറയുന്നു. പിന്നെ ഇത് നോക്കുന്നില്ല, പിന്നെ അതും നോക്കത്തില്ല, വെറുതെ. ആ കൊച്ചിനെ മോളിൽ നിന്ന് എടുത്തെറിഞ്ഞു. ഇവിടെ എന്തുണ്ടായി? വാർത്തയില്ല, ചർച്ചയില്ല. ഇതെന്താ ഇനി അടുത്ത നടപടി ഉണ്ടോ? അതില്ല. അത് കഴിഞ്ഞ് ആരോ ഒരു കൊച്ചിനെ എടുത്തെറിഞ്ഞു. അവരുടെ കൊച്ചിനില്ലായിരുന്നു, എന്റെ കൊച്ചിനല്ലോ. എന്റെ കൊച്ചിനെ എങ്ങനെ എറിയണമെന്ന് അപ്പൊ കാണിച്ചു തരും. അത്രേ ഉള്ളൂ. അപ്പൊ ശരിയാണ്, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മറക്കണ്ട. ഊളത്തിനും പൊക്കി എടുക്കുന്നവരല്ലേ. ഞാൻ ശ്രദ്ധിച്ചപ്പോഴേ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാല്, നമ്മുടെ മോഹൻലാലും ദിലീപും അവര് വിന്റേജ് ആകാൻ നോക്കുക ഇപ്പോഴും. പണ്ടെങ്ങാണ്ട് സിനിമയിലെങ്ങാണ്ട് അഭിനയിച്ച പഴയ യൗവനങ്ങൾ തിരിച്ച് യുവാവണം, പഴയതുപോലെ കിടന്ന് മെഴുകണം, ബോട്ടോക്സ് ചെയ്ത് കുഞ്ഞാവയാവണം എന്നൊക്കെ പറഞ്ഞിറങ്ങിയ ഇങ്ങനെ ഇരിക്കും. പക്ഷെ മമ്മൂട്ടി അതല്ല.
മോഹൻലാലിന്റെ ദിലീപിന്റെ ഒക്കെ സിനിമ എടുത്ത് നോക്കി അറിയാൻ തന്നെ അറിയാമോ, അവര് ഒരു ചെറുപ്പക്കാരൻ ചെയ്യേണ്ട ചെറുപ്പ പ്രായത്തിൽ ചെയ്യാൻ പറ്റിയ ചില കാര്യങ്ങൾ മാത്രമേ അവർക്ക് പറ്റുള്ളൂ. അവർ കളിക്കുന്നത് ഈ ഫുട്ബോൾ കളിക്കാൻ എടുത്ത് നോക്കും. ഫുട്ബോൾ കളിക്കുമ്പോൾ നമുക്കൊരു പ്രായത്തിൽ കൂടുതൽ കളിക്കാൻ പറ്റത്തില്ല. അത് എത്ര വലിയ കളിക്കാരനാണെങ്കിലും റിട്ടയർ ആവേണ്ടി വരും. ഒരു 35 വയസ്സൊക്കെ അവിടെ റിട്ടയർ ആയാൽ നല്ലത് അല്ലെ, പേര് ദോഷം. പുതിയ പുതിയ കൊച്ചു പിള്ളേർ വന്ന് അതിനൊക്കെ സ്പീഡിൽ ഓടുകയും ചാടുകയൊക്കെ ചെയ്യും, തലയും കുത്തി മറിയുകയും പല ട്രിക്ക് കാണിക്കുകയൊക്കെ ചെയ്യും. മനസ്സിലായോ? അത് മോഹൻലാലൊക്കെ അന്ന് അതുപോലെ മോഹൻലാൽ കളിച്ച ഫുട്ബോളും മമ്മൂട്ടി കളിച്ചത് ഗോൾഫ്. ഗോൾഫ് പിന്നെ പ്രായമായാലും കളിക്കാം, പക്ഷെ എന്താ ഭയങ്കര എക്സ്പെൻസീവ് ഗെയിമാണ്. ബില്ലിയാർഡ്സ് അതൊക്കെ മമ്മൂട്ടിയുടെ കളി കണ്ടിട്ടില്ലേ? മമ്മൂട്ടി എന്ത് ദേഹമാണെങ്കിൽ എല്ലാം ചെയ്യൂ. മനസ്സിലായോ? ബുദ്ധിയാണ് അതിനകത്ത്, ബുദ്ധി ഉപയോഗിക്കും. മമ്മൂട്ടി ചെസ് കളിക്കും, മോഹൻലാൽ ഫുട്ബോൾ കളിക്കും, സിനിമയ്ക്കകത്തൊരു കളിക്കുന്നുണ്ട്. പറ്റത്തില്ല, ശരിക്കും പറ്റത്തില്ല. അത് പറ്റത്തില്ല, ഞാൻ പറയുകയാണ്. അല്ല അതുപോലത്തെ ഒരു ഗെയിമാണ് അത്. അവര് ശരീരം കൊണ്ടും അല്ല കുറെയൊക്കെ ഇമാതിരി